അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് പോകാനുള്ള ബസ് വന്ന് ഇനി നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ ബസ്. എടുക്കാൻ കുറച്ച് താമസമുണ്ട് കേട്ടോ. ഇന്ന് പക്ഷെ നല്ല ചൂടാട്ടോ, ഒരുമാതിരിയായി അങ്ങ്. കുറേ നാൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ ഒന്ന് പുറത്തിറങ്ങുന്നത്. അപ്പം ഇന്നത്തെ യാത്ര ബഹ്റൈൻ ഫോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് മനാമ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. നമുക്ക് 23 ബസ്സിലാണ് പോകേണ്ടത്. നമുക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. നമുക്ക് കർബാബാദിലാണ് പോകേണ്ടത്. നമ്മുടെ സീഫ് ഏരിയ ആണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര. അങ്ങനെ നമ്മൾ ബഹ്റൈൻ ഫോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കടൽ കാണാൻ പറ്റും. കാരണം വെയിലൊക്കെ സമയമാണെന്ന് തോന്നുന്നു. വെള്ളമെല്ലാം ഇറങ്ങി കിടക്കാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോകണം നമുക്ക്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അവശേഷിക്കുന്ന ചരിത്രത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെല്ലാം QR കോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കിത് ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ കോട്ടയ്ക്കുള്ളിലോട്ട് കയറാൻ പോവാണ്. എൻ്റെ ഫ്രണ്ടിലായിട്ട് 2 പീരങ്കിയൊക്കെ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് പറഞ്ഞാലേ വലിയ ചൂടൊന്നും ഇല്ലാതെ എനിക്കത് കുറച്ചുകൂടി സന്ധ്യ ആവുകയാണെങ്കിൽ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. ബഹ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര കേന്ദ്രങ്ങളിലൊന്ന്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ് നമ്മുടെ ഈ ബഹ്റൈൻ ഫോർട്ട്. ഏകദേശം 4000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ബഹ്റിൻ്റെ പുരാതന ദിൽമുൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. ബഹ്റൈൻ കോട്ടയുടെ ചരിത്രം ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 2300ഓടെ ദിൽമുൻ സംസ്കാരക്കാർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ബഹ്റൈൻ, അറേബ്യ, മെസപ്പൊട്ടാമിയ, ഇന്ത്യ എന്നിവ തമ്മിലുള്ള വ്യാപാരങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ. പിന്നീട് വിവിധ സംസ്കാരങ്ങളും ഭരണാധികാരികളും ഇവിടെ വന്നു. ഈ പ്രദേശത്ത് നടത്തിയ പുരാവസ്തു ഖനനത്തിൽ പഴയ വീടുകൾ, ക്ഷേത്രങ്ങൾ, വ്യാപാര പാതകൾ, മൺപാത്രങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് ഒരു കിണറാണ്. കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഈ കിണർ ഒരത്ഭുതം തന്നെയാണ്. പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ദിൽമുൻ സംസ്കാരത്തിന്റെ തലസ്ഥാനമായി കരുതപ്പെടുന്നു. അറേബ്യൻ ഗൾഫ് വ്യാപാര ചരിത്രത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നതോടെ ഈ പ്രദേശം അവരുടെ നിയന്ത്രണത്തിലാവുകയും പിന്നീട് പോർച്ചുഗീസുകാരാലാണ് ഈ കോട്ട ശക്തിപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് കോട്ട എന്നും ഇതിനൊരു വിളിപ്പേരുണ്ട്. ഇവിടെ കുറേ അധികം അറകൾ കാണാൻ പറ്റും. എല്ലാത്തിലും ഞാൻ ചാടി ഇറങ്ങി കണ്ടാണ് പോയത്. പക്ഷെ ഇറങ്ങാൻ എളുപ്പമാണ്, കയറി വരാനാണ് പാട്. കാരണം അതിൻ്റെ പടികൾ അതുപോലെയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പണിയാണ് നഷ്ടം. നല്ലൊരു ഇത് പണിഞ്ഞത് പണ്ട് അങ്ങനത്തെ ഇത് വെച്ചാണ്. അപ്പം അവരത് വീണ്ടും അത് തറപ്പിച്ച് നിർത്തിയതാണ്. ഇതെന്താ തെങ്ങാണോ മറ്റേ പന? സംഭവം എന്തായാലും കൊള്ളാല്ലേ. ഇതെന്താ അറിയോ? ഇവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല. നമുക്കെന്നാൽ ഇവിടെ ഇറങ്ങി നോക്കാം. സംഭവം നോക്ക്, ഇതൊക്കെ കൊള്ളാല്ലേ. ിലെ ഏറ്റവും രസകരമായ കാഴ്ചയാണിത്. അതായത് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ നീര് വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മുറിയാണിത്. നിലത്ത് നമ്മുടെ ഈന്തപ്പഴം ചാക്കിൽ നിറച്ചിങ്ങനെ വയ്ക്കും. അതിൽ നിന്ന് ചെറിയ ചാല് വഴി, ഈ കാണുന്ന ചാല് വഴി ഈന്തപ്പഴത്തിൻ്റെ നീരൊഴുകി വരുമ്പോൾ അവർ വലിയ വലിയ പാത്രങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും കാലം അതിങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്നതും വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് കോട്ടയുടെ വലിയ വലിയ ചുവരുകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാൻ സാധിക്കും.
അതായത് നമ്മുടെ കോട്ടയ്ക്ക് പുറത്ത് ശത്രുക്കൾ വരുമ്പം അവർക്ക് കാണാവുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അവർക്ക് അവിടെ ഇരുന്ന് യുദ്ധം ചെയ്യാനും പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇതുപോലെ ഓരോരോ അറയ്ക്കുള്ളിൽ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. കാരണം നമ്മൾ ആ പണ്ട് ആ പഴയ കാലത്തിൽ കൂടെ നമ്മൾ നടക്കുന്ന പോലെ, കാരണം അന്ന് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവർ നടന്ന വഴികൾ, അതിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളും പഴയ കാലത്തിലോട്ട് പോയ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. വൈകുന്നേരം ആണെങ്കിൽ നല്ലതായിരിക്കും. കടൽ കാഴ്ചയൊക്കെ കണ്ട് സൂര്യാസ്തമയമൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ബഹ്റൈൻ കോട്ട കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ബഹ്റിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ബഹ്റൈൻ ഫോർട്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. 5000 വർഷം പഴക്കമുള്ള കോട്ടയും അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മനാമ സിറ്റിയിലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. പഴയ കാലവും പുതിയ കാലവും എല്ലാം നമുക്ക് ഒരേ ഫ്രെയിമിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ കോട്ടയ്ക്ക് പുറത്തിറങ്ങി ചുറ്റും നടക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു കുഴിക്കകത്താണ് നമ്മുടെ കോട്ട നിൽക്കുന്നത്. പണ്ട് കോട്ടയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിന് പറയുന്നത് അകഴികൾ എന്നാണ്. നല്ല ചൂടുണ്ട്, പക്ഷെ അത്ര ഇതല്ല, എന്നാലൊരു പൊള്ളുന്നത്ര ചൂടില്ല. ബഹ്റിൻ്റെ പുരാതനമായ കച്ചവട ചരിത്രത്തിൻ്റെയും വിദേശ അധിനിവേശങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ ബഹ്റൈൻ ഫോർട്ട്. ഇന്ന് ബഹ്റിലെത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാരം കൂടിയാണ് ഇവിടം. അപ്പോൾ അങ്ങനെ യാത്ര അവസാനിക്കുകയാണ്. പുതിയ യാത്രയും പുതിയ കഥകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ക്യാമറമാൻ വിൻസനോടൊപ്പം സൗമ്യ. ബൈ 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 ബൈ.